CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിൽ കോടികളുടെ അഴിമതി നടക്കുന്നുവെന്ന ഡിവൈഎഫ്ഐ നേതാവിന്റെ ആരോപണത്തിൽ ED അന്വേഷണം ആവശ്യപ്പെട്ട് BJP തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബാണ് അന്വേഷണം ആവശ്യപ്പെട്ടത്. മണ്ണുത്തി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളിൽ 7ഓളം സഹകരണ ബാങ്കുകളിൽ CPM നേതൃത്വത്തിൻ്റെ കീഴിലുള്ള 7ഓളം സഹകരണ ബാങ്കുകളിൽ വൻ അഴിമതിയാണ് നടക്കുന്നത്. കരുവന്നൂരിലെ പണം വെളുപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൊരു ബാങ്കാണ് ഈ സഹകരണ സംഘം. ഈ സഹകരണ സംഘത്തിലെ അഴിമതിയെക്കുറിച്ച് ED അന്വേഷണം BJP ആവശ്യപ്പെടുകയാണ്. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടും. EDയുടെ അന്വേഷണം പാർട്ടി ആവശ്യപ്പെടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, ജനം TVയിലാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ ഉണ്ടായത്. കാരണം CPM നേതാക്കൾ ഈ ക്രമക്കേടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഈ ഒരു വലിയ അഴിമതി. ഈ ഒരു വിഷയത്തിലാണ് BJP ഇപ്പോൾ ED അന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞത്, അല്ലേ? തീർച്ചയായിട്ടും KP, കരുവന്നൂരിന് സമാനമായിട്ടുള്ളൊരു തട്ടിപ്പാണ് നടത്തറയിൽ നടത്തിയിട്ടുള്ളത്, അല്ലെ നടന്നിട്ടുള്ളതെന്നാണ് BJP പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. അതുപോലെ തന്നെ ഈ വെളപ്പായി സതീശൻ, നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളുടെ മുൻനിരയിൽ നിന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്. ആ വെളപ്പായി സതീശന്റെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി നടത്തറയിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങൾ, സഹകരണ ബാങ്കുകളെ ഉപയോഗപ്പെടുത്തി എന്നാണ് DYFI നേതാവിന്റെ ഒപ്പം തന്നെ CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള നിബിൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നിബിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് BJP ഇത്തരം ഒരു ആവശ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ നടത്തറയിൽ നടത്തിയിട്ടുള്ള സഹകരണ സ്ഥാപനങ്ങൾ, സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള തട്ടിപ്പുകളെ കുറിച്ച് EDയുടെ ഒരു അന്വേഷണം അടിയന്തരമായിട്ട് വേണമെന്നാണ് BJPയുടെ തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ജസ്റ്റിൻ ജേക്കബ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേട് ഏത് വിധമാണോ നടന്നത് അതിന് സമാനമായിട്ടുള്ള ഒരു തട്ടിപ്പിന്റെ വേദിയായിരിക്കുന്ന ഒരു പ്രദേശമാണ് നടത്തറ എന്നാണ് പറയുന്നത്. അതായത് ബാങ്കിന്റെ പരിധിയിലല്ലാത്ത പ്രദേശങ്ങളിൽ പോലും ലോൺ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ആധാരത്തിന്റെ കോപ്പി, അതായത് പകർപ്പ് മാത്രം വാങ്ങി വെച്ചുകൊണ്ട് ലോൺ കൊടുക്കുന്നു. അതേപോലെ തന്നെ A4 സൈസ് പേപ്പറിൽ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒപ്പിട്ട് നൽകി 10 ലക്ഷം രൂപ വരെ അവർക്ക് ഇഷ്ടക്കാർക്ക് പാർട്ടി നേതാക്കൾക്കടക്കം വീതം വെച്ചു കൊടുത്തു, അല്ലെങ്കിൽ ലോണായിട്ട് നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നടത്തറയിലെ കാർഷികേതര സഹകരണ ബാങ്കിൽ മാത്രം 12 കോടി രൂപ കാണാനില്ല. അതായത് അത് ഏത് തരത്തിൽ എവിടേക്കാണ് പോയതെന്നും ഇവർ ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ നിബിൻ ഇത്തരത്തിലുള്ള പ്രതികരണം ജനം TVയോട് നടത്തി. ഈ പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് BJP ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് വിഷയത്തിൽ ഈ സഹകരണ ബാങ്ക് കൊള്ളയിൽ, നടത്തറയിൽ നടത്തിയിട്ടുള്ള സഹകരണ ബാങ്ക് കൊള്ളയിൽ EDയുടെ ഒരു അന്വേഷണം വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. KP, തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.